അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലോ ഓഫ് റെസിസ്റ്റൻസ്. ഒന്നാമത്തത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്. അത് തെറ്റാണ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസ് ആസ് ലെങ്ത് ഡിക്രീസസ്. അതും തെറ്റാണ്. ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്നാണ്. അതായത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ. Resistance is directly proportional to length of the conductor and inversely proportional to area of cross section of the conductor. So option C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു 4 ലെഗ് ഉണ്ടാവും. ബേസിക്കലി അതൊരു ബ്രിഡ്ജ് ആയിരിക്കും. അത് നമ്മളെ പ്രൈമറി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കണം. ബ്രിഡ്ജ് ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ആമിൽ കണക്ട് ചെയ്ത് ഗാൽവനോമീറ്റർ റീഡിങ് 0 ആയിരിക്കണം. ഓക്കെ, സോ ഒന്നാമത്തെ ഓപ്ഷൻ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് വെൻ നോ കറണ്ട് ഫ്ലോ ത്രൂ ദ ഗാൽവനോമീറ്റർ. അത് കറക്റ്റ് ആണ്. കാരണം ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റുള്ള 2 പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ സെയിം ആകുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് വെൻ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ഇൻ വൺ ആം ഈക്വൽ ടു റേഷ്യോ ഓഫ് ഇൻ അതർ ആം. അതും കറക്റ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ടു മെഷർ അൺനോൺ റെസിസ്റ്റൻസ് വിത്ത് ഹൈ പ്രിസിഷൻ. അതും കറക്റ്റ് ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വർക്ക്സ് ഓൺ KVL ആൻഡ് കറന്റ് ലോസ്. അതും കറക്റ്റ് ആണ്. അതുകൊണ്ട് D ആണ്. ഇതിൽ എല്ലാം കറക്റ്റ് ആണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ദ കറന്റ് ഇൻക്രീസസ് ഇഫ് ദ വോൾട്ടേജ് റിമെയിൻ കോൺസ്റ്റന്റ്. അങ്ങനത്തെ ഒരു ലോ ഇല്ല. റെസിസ്റ്റൻസും കറണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ശരിയല്ല. അടുത്തത് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയത്. V ഈക്വൽ ടു IR. Current is inversely proportional to voltage at a constant resistance. Current is inversely proportional to voltage അല്ല, V is proportional to current. ആ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റിനെ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ V ഈക്വൽ ടു IR എന്ന് പറയും. ഇത് ബേസിക്കലി ഈ തന്ന സ്റ്റേറ്റ്മെന്റ് ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓംസ് ലോ ഷോസ് ദാറ്റ് കറണ്ട് ഇൻക്രീസസ് വിത്ത് റെസിസ്റ്റൻസ് അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ്. അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ വെറും ഓപ്ഷൻ 2 മാത്രമാണ് കറക്റ്റ്. വോൾട്ടേജ് ഈക്വൽ ടു IR. Select the term represent the technique used to control the corrosion of a metal surface by making it as a cathode of an electrochemical cell. Option A electroplating, option B cathodic protection, option C electrochemical equivalent, ഓപ്ഷൻ ഡി അയണൈസേഷൻ. ഈ കാത്തോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ഓയിൽ കമ്പനീസിലൊക്കെ പൈപ്പ്സ് ഉണ്ടാവും. അത് അണ്ടർ വാട്ടർ പോവും, സോയിലിലേക്ക് കൂടി പോവും. അതിന് ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ കൊറോഷന് ചാൻസ് ഉണ്ട്. അപ്പോൾ കൊറോഷൻ പ്രിവെന്റ് ചെയ്തിട്ട് അവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനാണ് കാത്തോഡിക് പ്രൊട്ടക്ഷൻ. അതിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അപ്പോൾ ആ സെല്ലിൻ്റെ വോൾട്ടേജിൻ്റെ ഡിഫറെൻറ്റ് ടൈമിൽ ആ വോൾട്ടേജ് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയുള്ള ആ പൈപ്പ് കൊറോഡ് ആയിനോ ഇല്ലയോ എന്നുള്ള കേസ്. വോൾട്ടേജിന്റെ വാല്യൂ ലോ ആണെങ്കിൽ എൻ്റെ അർത്ഥം അത് കൊറോഡ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ, കാത്തോഡിക് പ്രൊട്ടക്ഷൻ ഓർ കാത്തോഡ് പ്രൊട്ടക്ഷൻ. According to Faraday's first law of electrolysis, the mass of ion liberated at any electrode during electrolysis is option A proportional to E or Z, electrochemical equivalent. Option B proportional to volume of electrolyte. Option C proportional to quantity of electricity passed through the electrolyte, proportional to density of the electrolyte. Option C ആണ് ഇവിടെ ആൻസർ വരുന്നത്. What is the approximate value of silver? Is electrochemical equivalent of silver എന്ന് പറഞ്ഞാൽ none of this ആണ്. ഇതൊന്നും. Choose the rechargeable cell from the following. നമുക്കെല്ലാവർക്കും നിക്കൽ കാഡ്മിയം ഒരു റീചാർജബിൾ സെല്ലാണ്. റീചാർജബിൾ സെൽ എന്ന് പറഞ്ഞാൽ ലിഥിയം അയോൺ ഒരു റീചാർജബിൾ സെല്ലാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നിക്കൽ കാഡ്മിയം മാത്രമേ ഉള്ളത്. ഓക്കെ,
അടുത്തത് which type of positive plate inside the lead battery made by pure lead at the beginning and change it to lead peroxide by the process of repeated charging and discharging. ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. When the cell is fully charged, it free gives off a hydrogen at the cathode and oxygen at the anode. The process is known as gassing. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് ആണ്. Which of the following inspection is not done before charging battery? Weight of the electrolyte. B. Specific gravity of electrons. നമ്മൾ ഹൈഡ്രോമീറ്റർ വെച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യും. വോൾട്ടേജ് ഓഫ് ദി ഈച്ച് സെൽ ഓഫ് ദ ബാറ്ററി നമ്മൾ ബാറ്ററിന്റെ സെൽ വോൾട്ടേജ് ചെക്കർ വെച്ചിട്ട് മെഷർ ചെയ്യും. ആംബർ അവർ കപ്പാസിറ്റി ഓഫ് സെല്ലും ബാറ്ററി ചെക്കർ വെച്ച് മെഷർ ചെയ്യും. നമ്മൾ ഒരിക്കലും വെയിറ്റ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് മെഷർ ചെയ്യില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. വാട്ട് ടൈപ്പ് ഓഫ് ചാർജിങ് മെത്തേഡ് ഈസ് യൂസ് അവൈലബിൾ സപ്ലൈസ് ഹൈ വോൾട്ടേജ് DC 220 വോൾട്ട് ഓർ 110 വോൾട്ട്. ഹൈ വോൾട്ടേജ് DCയിൽ എപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് കറണ്ട് മെത്തേഡ്, അതായത് ചാർജിങ് കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫക്റ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി? നമുക്കറിയാം സൾഫേഷൻ എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു കേസാണ്. ബൾക്കിംഗ് ഓഫ് ദ പ്ലേറ്റ്സും ആനോഡ് പ്ലേറ്റും കാഥോഡ് പ്ലേറ്റും ബൾക്ക് ആവും, അതും ലെഡ് ആസിഡിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. പാർഷ്യൽ ഷോർട്ട് സർക്യൂട്ട് ഓഫ് ദ പ്ലേറ്റും ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉണ്ടാവും, പക്ഷെ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു ഡിഫക്റ്റ് അല്ല. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ നിക്കൽ അയൺ സെൽ ആൻഡ് നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറഞ്ഞാൽ അതിൽ ആകെ വ്യത്യാസം അതിൻ്റെ കാത്തോഡിക് പ്ലേറ്റ്, അതായത് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ടൈപ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. വിച്ച് വൈൻഡിങ് ഇൻ DC മെഷീൻ ക്യാരീസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്? നമുക്കറിയാം DC മെഷീൻ അത് ജനറേറ്റർ ആയാലും ഏതായാലും അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് AC ആണ്. അതിനെ പിന്നെ കമ്മ്യൂട്ടേറ്റർ വെച്ചിട്ടാണ് നമ്മൾ DC ആക്കി മാറ്റുന്നത്. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ് എപ്പോൾ AC ആണ് ക്യാരി ചെയ്യുക, ഫീൽഡ് വൈൻഡിങ്ങിൽ DC ആയിരിക്കും. അപ്പോൾ സീരീസ് ഫീൽഡും ഷണ്ട് ഫീൽഡും ആവില്ല, ഇന്റർപോൾ വൈൻഡിങ്ങും ആവില്ല. ഇന്റർപോൾ എന്നാൽ നമുക്കറിയാം കമ്മ്യൂട്ടേഷൻ ഒഴിവാക്കേണ്ടിയിട്ട് പോൾഷൂല് ഒരു വൈൻഡിങ് കൊടുക്കും, അത് ജസ്റ്റ് കമ്മ്യൂട്ടേഷൻ ഒഴിവാക്കേണ്ടിയിട്ട് വേണ്ടി മാത്രം കൊടുക്കുന്ന വൈൻഡിങ് ആണ്. അപ്പോൾ AC ഇൻഡ്യൂസ് ചെയ്യുന്നത് ആർമേച്ചർ വൈൻഡിങ്ങിലാണ്. എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് DC ജനറേറ്റർ? ഇന്റർപോൾ. ഇന്റർപോൾ എന്തായാലും വേണം, കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് വേണമെങ്കിൽ ഇന്റർപോൾ വേണം. പോൾഷു വേണം, പോൾഷുലാണ് വൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ. ആർമേച്ചറും വേണം. എൻട്രിങ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Why the armature of a DC generator made up of laminated high grade steel? Option A, to reduce hysteresis loss and eddy current loss. To reduce hysteresis loss and frictional loss. To eddy current loss and frictional loss. Friction and windage loss. നമ്മൾ ഈ ലാമിനേഷൻസ് ഉപയോഗിക്കുന്നത് അയൺ ലോസസ് കുറക്കേണ്ടിയിട്ടാണ്, അതായത് ഹിസ്റ്ററിസിസും എഡ്ഡി കറന്റ് ലോസും കുറക്കേണ്ടിയിട്ടാണ് ലാമിനേഷൻസ് ഉപയോഗിക്കുന്നത്. യൂഷ്വലി സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആണ് ഉപയോഗിക്കുക. The periphery of the armature divided by the number of pole of a DC generator is called pole pitch, set by P എന്ന് പറയും. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ, അതായത് പോൾ പിച്ച് ഓർ സെറ്റ് ബൈ P. സോ ഓപ്ഷൻ ബി. Among the following which condition is not required for build-up of voltage in a DC generator? അതായത് ഒരു DC ജനറേറ്ററിൽ വോൾട്ടേജ് ബിൽഡപ്പ് ആണെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ദ മസ്റ്റ് ബി സം റെസിജ്വൽ മാഗ്നറ്റിസം. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് ഫ്ലക്സ് എപ്പോഴും റെസിജ്വൽ ഫ്ലക്സിനെ എയ്ഡ് ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ റെസിജ്വൽ ഫ്ലക്സിൻ്റെ വാല്യൂ കുറയും. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഷുഡ് ബി മോർ ദാൻ ക്രിട്ടിക്കൽ സ്പീഡ് ആയിരിക്കണം, റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ വേണ്ട, എക്സൈറ്റഡ് ലോഡ് ആർമേച്ചർ റെസിസ്റ്റൻസ് ഷുഡ് ബി ഹൈ, ഇങ്ങനെ ഒരു കണ്ടീഷനെ വോൾട്ടേജ് ബിൽഡപ്പിനില്ല, ബാക്കി മൂന്നും ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഷോസ് റൈസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് ആൻ ഇൻക്രീസിംഗ് ലോഡ്? അപ്പോൾ നമുക്കറിയാം ഷണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ് തന്നെ ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ് എന്ന് പറയും. അതായത് ലോഡ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കുറഞ്ഞു വരും. അതായത് DC ഷണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ് അങ്ങനെയാണ്. DC സീരീസ് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് T പ്രപ്പോർഷണൽ ടു IA² എന്ന് എഴുതാൻ പറ്റും. അതായത് അതൊരു പാരാബോളിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, അഥവാ റൈസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഹൗ ക്യാൻ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ DC ഷണ്ട് മോട്ടർ? അപ്പോൾ നമുക്ക് E ഈക്വൽ ടു 5Zn/60 ഇൻറ്റു P/A എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് N പ്രപ്പോർഷണൽ ടു EB/5 എന്ന് എഴുതാൻ പറ്റും. അതായത് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്ലക്സ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.
വിച്ച് ടൈപ്പ് ഓഫ് DC motor is used for driving constant speed? ഷണ്ട് മോട്ടർ. ഞാൻ ഓപ്ഷൻസ് ഒന്നും വാങ്ങിക്കില്ല. കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷണ്ട് മോട്ടറാണ്. സീരീസ് മോട്ടർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ ആപ്ലിക്കേഷനാണ് സീരീസ് മോട്ടർ ഉപയോഗിക്കും. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതും ഹെവി സ്റ്റാർട്ടിംഗ് ടോർക്ക് വരുന്ന കേസിലാണ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുക. വിച്ച് DC മോട്ടോർ സ്റ്റാർട്ടർ ഹാസ് പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ? ഇതും നമുക്ക് എല്ലാവർക്കും അറിയാം. 4 പോയിന്റ് സ്റ്റാർട്ടറിനാണ് ഒരു പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ ഉള്ളത്. ഇതൊക്കെ തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ്. ഓക്കെ, ഒന്നാമത്തെ ടു ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് 3-phase coil gauge ഇൻഡക്ഷൻ മോട്ടർ. അതല്ല. ടു ഡിറ്റർമിൻ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC മോട്ടർ. ടു ഡിറ്റർമിൻ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ സിങ്ക്രണസ് മോട്ടർ. അതുമല്ല, AC മോട്ടറിലല്ല. ടു ഡിറ്റർമിൻ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ 3-phase. അതായത് യൂഷ്വലി നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് DC മോട്ടറിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ DC ജനറേറ്ററിന്റെ കേസിൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് DC മോട്ടറിലാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് വരുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസും AC മോട്ടോഴ്സ് ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫ്ലെക്സിബിൾ കോഡ്സ് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ്? കൺസീൽഡ് വയറിംഗിലല്ല ഫ്ലെക്സിബിൾ കോഡ്സിന്റെ ആവശ്യമില്ല. പെർമനന്റ് കണക്ഷൻസ് യൂസ് ചെയ്യില്ല. റൺ കേബിൾ ത്രൂ ഹോൾസ് ആൻഡ് സീലിംഗ് ഉപയോഗിക്കില്ല. കണക്ഷൻ ട്രാൻസ്പോർട്ടബിൾ ആപ്ലിക്കൻസ്, അവിടെയാണ് ഫ്ലെക്സിബിൾ കോഡ്സ് ഉപയോഗിക്കുന്നത്. ഹൗ മെനി 2-way സ്വിച്ചസ് ആർ റിക്വയർഡ് ഇൻ ഗോഡൺ വയറിംഗ്? ഗോഡൺ വയറിംഗ് എന്ന് പറഞ്ഞാൽ 4 ലാംപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് 1-way സ്വിച്ച് ആയിരിക്കും, ബാക്കിയെല്ലാം 2-way സ്വിച്ച് ആയിരിക്കും. അപ്പോൾ 4 ലാമ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1-way 3 2-way. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സോറി. ICDP സ്വിച്ച് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇത് ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കില്ല. സിംഗിൾ ഫേസ് ആപ്ലിക്കേഷൻ ആണ് അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മാക്സിമം പെർമിസിബിൾ ലോഡ് ഓഫ് എ പവർ സബ് സർക്യൂട്ട് ആസ് പെർ ഈ റൂൾ? അതായത് പവർ സബ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 3000 വാട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക 2 പോയിന്റ്സ്. ഇനിയിപ്പോൾ ലൈറ്റിംഗ് സർക്യൂട്ട് ആണെങ്കിൽ 800 വാട്ട് അല്ലെങ്കിൽ 10 പോയിന്റ്. ഇവിടെ പവർ ആണ് ചോദിച്ചത്, അതുകൊണ്ട് ഓപ്ഷൻ ഡി. വാട്ട് ഈസ് ദ റീസൺ ഫോർ സപ്ലൈങ് AC ടു ദ ഇലക്ട്രോഡ്സ് ഓഫ് മെഷറിംഗ് എർത്ത് റെസിസ്റ്റൻസ്? നിങ്ങൾ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു എർത്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് AC ആണ്, DC അല്ല. അതെന്ന് പറഞ്ഞാൽ DC ഇഞ്ചെക്ട് ചെയ്താൽ അവിടെ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് റീഡിങ് പ്രോപ്പറായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഇലക്ട്രിക്കൽ ആക്സസറി ബിലോങ് ടു ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്സസറീസ്? ആക്സസറീസിൽ സീലിംഗ് റോസ് ആണ് ആക്സസറീസ്. ബാക്കി സീലിംഗ് റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീലിംഗിൽ ഫാനൊക്കെ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും ബാക്കി വായിക്കുന്നില്ല. ഫ്യൂസും സ്വിച്ചും ഹോൾഡറൊന്നും ആക്സസറീസ് അല്ല. ECC എന്ന് പറഞ്ഞാൽ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ എന്ന് പറയും. ഇതിന് സാധാരണ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ECCയുടെ SWG, അത് 14 SWG ഉള്ള കണ്ടക്ടറാണ് സാധാരണ ECC ആയിട്ട് ഉപയോഗിക്കുക. What is the material coated in tungsten electrode of which material is coated in tungsten electrode of a fluorescent lamp? Barium and strontium oxide ആണ്. ഇത് ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. What is the functions of leak transformer at high pressure sodium vapor lamp? ഇതും അതിൻ്റെ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. സ്റ്റാർട്ടിംഗ് കറണ്ട് കുറക്കേണ്ടിയിട്ടല്ല ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. വർക്കിംഗ് വോൾട്ടേജ് കുറക്കേണ്ടിയിട്ടുമല്ല. നമുക്ക് ഇനീഷ്യലി ഒരു ഹൈ വോൾട്ടേജ് വേണം. ആ ഡിസ്ചാർജിന് വേണ്ട ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. കോൾ കാത്തോഡ് എന്ന് പറഞ്ഞാൽ നിയോൺ ലാമ്പാണ്. അടുത്ത യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ വോൾട്ട് സെക്കൻഡ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കമ്മിങ് ഫ്രം മാഗ്നറ്റ്, അതായത് നോർത്ത് ടു സൗത്ത് പോകും. അത് ഒരിക്കലും ഇന്റർസെപ്റ്റ് ചെയ്യില്ല. ഒരു പോയിന്റിലും അത് ഇന്റർസെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് കനോട്ട് ഇന്റർസെപ്റ്റ് അറ്റ് ഓൾ. മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അൽനിക്കോ ആണ്. അൽനിക്കോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് നിക്കൽ ബേസ്ഡ് അലോയ് ആണ്. പക്ഷേ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരും. Which of the following rules determine the direction of rotation of electric motor? ഈ ക്വസ്റ്റൻ റിപ്പീറ്റ് ആണ്. മുകളിൽ ചോദിച്ചിട്ടുണ്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അതേ ക്വസ്റ്റ്യൻ തിരിച്ചിട്ട് ചോദിച്ചു റൊട്ടേഷൻ ഇലക്ട്രിക് മോട്ടറിന് ഏത് ലോ ആണെന്ന്. അതായത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എനർജി സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് 100 this. സോ ഹാഫ് LI² ആണ് ഇക്വേഷൻ. ഈ ഹാഫ് LI² ലെങ്ത്തും കറണ്ട് എന്ന് പറഞ്ഞാൽ 10 amps ആണ്. ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സോളിഡ് 100 ഡയമീറ്റർ വിത്ത് 100 turns ഓഫ് വയർ ക്യാരിങ് കറണ്ട് ഇസ് 100 ആംപിയർ. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. 0.05 ആണ് ആൻസർ വരുന്നത്. ഇത് ലാസ്റ്റ് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ കാണിച്ചു തരാം. വിച്ച് ഓഫ് ദിസ് കനോട്ട് സ്റ്റോർ എനർജി? നമുക്കറിയാം RLC സർക്യൂട്ടിന് മാത്രമേ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയും. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എനർജി ഡിസിപ്പേറ്റിംഗ് ആണ്.
പെർമിയബിലിറ്റി ഓഫ് എ ഡയമagnetic മെറ്റീരിയൽ ലെസ് ദാൻ 1 ആണ്. അതായത് അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 48 പ്രോബ്ലം ആണ്. ഇതും ഞാൻ ഹാഫ് സി സ്ക്വയർ ആണ് ഇക്വേഷൻ. ഹാഫ് സി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. 5 equal capacitor are connected in series. Resultant capacitance is 4 microfarad. When the capacitor is connected in parallel charged to 400 volt DC, the total energy stored ആണ് ചോദിക്കുന്നത്. ഞാനത് ഡെറിവേഷൻ ലാസ്റ്റ് ഇതിന് അവസാനം കാണിക്കുന്നതായിരിക്കും.